നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പുഷ് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് നമ്മളെ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് മറ്റാർക്ക് സാധ്യമല്ല. നമുക്ക് മാത്രമേ നമ്മളെ ഒരു വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് തീരുമാനിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എല്ലാ സപ്പോർട്ടുകളും ഈ യൂണിവേഴ്സ് എത്തിച്ചു തരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തകളുണ്ടാവും. ആ ചിന്തകളാണ് നമ്മളെ അതിനെ ഒരു പ്രവൃത്തിയിലോട്ട് നയിക്കുന്നതും അതിനൊരു വാക്കായി മാറ്റുന്നതും ഒരു പ്രവൃത്തിയിലൂടെ അത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ആ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും എല്ലാം അതിനോടനുബന്ധിച്ചിട്ടുള്ളതായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്ത് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ആ ചിന്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ യൂണിവേഴ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും നമുക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് നല്ലതായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്ന ആളാണ്, എനിക്ക് നല്ലൊരു ബൊട്ടിക്ക് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. എങ്ങനെ എനിക്കൊരു ബൊട്ടിക്ക് നടത്താം? എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നുമില്ല, അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു ബൊട്ടിക്ക് നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. സോ അങ്ങനെ കുറേ നാൾ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ച് ചിന്തിച്ച് ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 60,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു 80,000 ചിന്തകളോളം കടന്നു പോകുന്നുണ്ട്. സോ നമ്മളൊരു 60,000 ചിന്തയിൽ ഈ ഒരു ചിന്ത കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കടന്നു വരികയാണെങ്കിൽ, നമ്മുടെ തീവ്രമായ ആ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനുള്ള വഴി നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഉദാഹരണത്തിന് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇത് എന്തെങ്കിലും ഗോൾഡ് ലോണോ അങ്ങനെയൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ ഇല്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെ ഇല്ലാത്ത ആളുകൾക്കും അതിനുള്ള മാർഗം എന്താണ്? നമുക്കറിയാം, ഒരു പ്രോഗ്രസ് ഈസ് സ്റ്റാർട്ടിങ് ഇൻ ദ ബോർഡർ ഓഫ് സപ്പോർട്ട് ആൻഡ് ചലഞ്ചസ്, അല്ലെങ്കിൽ സക്സസ് ഈസ് ബിഗിൻസ് ഇൻ ദ ബോർഡർ ഓഫ് സപ്പോർട്ട് ആൻഡ് ചലഞ്ചസ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആർ ബിഗിൻസ് ഇൻ ദ ബോർഡർ ഓഫ് സപ്പോർട്ട് ആൻഡ് ചലഞ്ചസ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പരിശ്രമിക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ആ പരിമിതിയെ ഏറ്റവും കൂടുതൽ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. നമുക്കിപ്പോൾ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. സോ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് വഴികൾ തുറന്നു കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒന്നും വേണ്ട, നിങ്ങൾ വെറുതെ ആഗ്രഹിക്കുന്നതിന് ക്യാഷ് ഒന്നും കൊടുക്കണ്ടെന്നേ. അങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ ഈ ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ആൻസർ നമുക്ക് ഒരുക്കി തരികയും ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു ആഗ്രഹം തീവ്രമായിട്ട് ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. അതിനെക്കുറിച്ച് വെറുതെ ഓർക്കുക. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എനിക്ക് ഇന്നതുപോലെ ആകിത്തീരണം, എനിക്ക് എൻ്റെ ഒരു ബൊട്ടിക്ക് ഞാൻ നല്ല രീതിയിൽ ചെയ്ത് അതിനകത്ത് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വരികയും എനിക്ക് ഒരുപാട് കസ്റ്റമൈസ് ആയിട്ട് ഉള്ള ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും എന്നുള്ള ആ ഒരു തീവ്രമായിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് സാധ്യമാണ്. അത് പ്രാവർത്തികമായി അതിൻ്റെ വിജയം ആസ്വദിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ ഒന്നും ആയിത്തീരുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനകത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷൊന്നുമില്ല, അപ്പോൾ ഞാൻ എങ്ങനെയാണത് എനിക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമുക്ക് ഈ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും എന്ന് മാത്രം വിശ്വസിക്കുക. അതുപോലെ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായും നടന്നിരിക്കും.